മക്കളെ, ഇന്ന് നമുക്ക് മീഠ സന്തര എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി നോക്കാം. 2 ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, लेखक और बूटी खां की गब शब आपको कैसे लगी क्यों? ലേഖക് ആർ ബൂട്ടി കാങ്ക്, ലേഖകന്റെയും അതുപോലെ തന്നെ ബൂട്ടി കാങ്ക് വൃദ്ധയായ കച്ചവടക്കാരി, ലേഖകനും വൃദ്ധയായ കച്ചവടക്കാരിയും തമ്മിലുള്ള സംഭാഷണം നിങ്ങൾക്ക് എങ്ങനെ തോന്നി? എന്തുകൊണ്ട്? എങ്ങനെയാണ് തോന്നിയത്? അച്ചി ലഗി അല്ലേ, നല്ലതായിട്ട് തോന്നി, നല്ല രസകരമായിട്ട് തോന്നി. ക്യോംകി ഗബ്ശബ് സരൾ ഓർ മനോരഞ്ജകതേ, ക്യോംകി എന്തുകൊണ്ടെന്നാൽ സംഭാഷണം ലളിതവും മനോരഞ്ജകവുമായിരുന്നു, മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള സംഭാഷണമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, युवती ने पैसा लेने से इनकार किया, യുവതി പൈസ വാങ്ങുന്നത് നിരസിച്ചു. യഹാം യുവതി കാ കോൻസാ മനോഭാവ് പ്രകട ഹോത്താ ഹെ, ഇവിടെ യുവതിയുടെ ഏതു മനോഭാവമാണ് പ്രകടമാക്കുന്നത്? ജാൻ പഹ്ചാൻ കാ മനോഭാവ്, തിരിച്ചറിവിൻ്റെ മനോഭാവമാണ് ഇവിടെ പ്രകടമാക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ആക്ടിവിറ്റിയാണ് ചെയ്യാനുള്ളത്. ലിഗേം ക്യാ ക്യാ ഹേ, നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് ഈ കടയിൽ എന്തൊക്കെയാണ് ഉള്ളത്, എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെയുള്ളത്. സന്തരെ, നമ്മൾ പാഠത്തിൽ പഠിച്ച അതേ കാര്യം തന്നെ നമുക്കിവിടെ എഴുതി കൊടുത്താൽ മതി കേട്ടോ. സന്തരെ, പ്ലം, ഉബലെ ശക്കർകന്ദ്, ചോക്ലേറ്റ്, കേലെ, പൈനാപ്പിൾ, ബിസ്ക്കറ്റ്, പെപ്പർമെന്റ്. അടുത്തത്, ലിഗേം കിസ്നെ കഹാ, യുവതി ലേഖക്, ഇവിടെ നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ലിഗേം എഴുതൂ, കിസ്നെ കഹ ആരാണ് പറഞ്ഞത്. ഇവിടെ തന്നിരിക്കുന്ന ഓരോ സെന്റൻസും ആരാണ് പറഞ്ഞത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ തന്നിരിക്കുന്ന ബോക്സിലേക്ക് എഴുതണം. യുവതി എന്നും ലേഖക് എന്നും തന്നിട്ടുണ്ട്. ചിലപ്പോൾ യുവതി ആയിരിക്കാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ലേഖകായിരിക്കാം. അപ്പോൾ സെന്റൻസ് വായിച്ചിട്ട് അത് ആരാണ് പറഞ്ഞതെന്ന് എഴുതാം. മനസ്സിലായല്ലോ? സന്തര മീഠാ ഹേ, സന്തര മീഠാ ഹേ, നാരങ്ങയ്ക്ക് മധുരമുണ്ടോ എന്ന് ചോദിച്ചത് ആരാണ്? ലേഖക് അല്ലേ, ലേഖകാണ് അത് ചോദിച്ചത്. ഏക് പാവ് ചീനി മേൻ തോ ജ്യാദാ മീഠാ നഹി ഹോഗാ, കാൽഭാഗം ഒരു കാൽഭാഗം പഞ്ചസാര കൊണ്ടൊന്നും അതിന് മധുരം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞത് ആരായിരുന്നു? ലേഖക്, ലേഖകനാണ് അങ്ങനെ പറഞ്ഞത്. മീഠാ ഹേ തോ ക്യോം നഹി മീഠാ ഹോഗാ, അങ്ങനെ ചോദിച്ചത് ആരായിരുന്നു? യുവതിയാണ് അല്ലേ, മധുരം ഉണ്ടായിരിക്കില്ലേ എന്ന് ചോദിച്ചത് യുവതിയാണ്. കിത്തനി ചീനി ഡാലി, എത്ര പഞ്ചസാര ഇട്ടു, അതാരാണ് ചോദിച്ചത്? ലേഖക്. ഏക് പവ്വ, കാൽ ഭാഗം എന്ന് പറഞ്ഞത് ആരായിരുന്നു? യുവതി. ഹാ തബ് തോ സരൂർ മീഠാ ഹോഗ, അപ്പോൾ തീർച്ചയായും മധുരമുണ്ടായിരിക്കും എന്ന് പറഞ്ഞത് ആരായിരുന്നു? ലേഖക്. ദോ പവ്വ എന്ന് വീണ്ടും പറഞ്ഞത് ആരാണ്? യുവതി. ബഹുത്ത് മീഠ, അതെ നല്ല മധുരമുണ്ട് എന്ന് പറഞ്ഞത് ആരായിരുന്നു? യുവതിയാണ് അല്ലേ. അപ്പൊ ആരാണ് പറഞ്ഞത് എന്ന് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കഹാനി സേ ഗുജരേം പ്രസ്താവ് പർ, തെറ്റാണെങ്കിൽ തെറ്റ് എന്ന അടയാളം ഇടുക, ശരിയാണെങ്കിൽ നമ്മൾ ശരി അടയാളം വെക്കണം. അതാണ് പറഞ്ഞത്. ശരിയോ തെറ്റോ എന്ന് താഴെ തന്നിരിക്കുന്ന പ്രസ്താവന വായിച്ചിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞത്. 20 സാൽ ബാദ്, 20 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ് താഴെ തന്നിരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. 20 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് താഴെ. അത് നമ്മൾ ശരിയുള്ളതിന് ടിക്കിടുക, തെറ്റാണെങ്കിൽ തെറ്റിടുക. ലേഖക് ഷിലാങ് ഗയ, ലേഖക് ഷിലാങ്ങിലേക്ക് പോയി, ശരിയാണല്ലേ, 20 വർഷത്തിന് ശേഷം പോയിട്ടുണ്ടായിരുന്നു. ഗുമട്ടി സൂപ്പർ മാർക്കറ്റ് ബൻ ഗയ, ഗുമട്ടി എന്തായി? അപ്പോഴത്തേക്ക് സൂപ്പർ മാർക്കറ്റായി എന്നാണ് പറഞ്ഞത്. ശരിയാണോ? അല്ല, തെറ്റാണ്. യുവതി കെ പാസ് ഉസ്കി ചോട്ടി സി ലഡ്കി ബി ബൈഠി തി, യുവതിയുടെ കൂടെ അവളുടെ ചെറിയ മകൾ കൂടിയിരിക്കുന്നുണ്ടായിരുന്നു. ശരിയാണ് അല്ലേ, ശരിയാണ്. ലേഖക് കോ ബൂട്ടി കാങ്ക് കി യാദ് ആയി, ലേഖകന് ബൂട്ടി കാങ്കിനെ ഓർമ്മ വന്നു, അതും ശരിയാണ്. ഗുമട്ടി മേ വൃദ്ധ നസർ ആയി, ആ ഗുമട്ടിയിൽ, അതായത് ആ കടയിൽ
വൃദ്ധയെ കണ്ടു എന്നാണ് പറഞ്ഞത്. ശരിയാണോ? അല്ല. ഗുമട്ടിമേ യുവതി അകേലി ബൈട്ടിതി, ആ ഗുമട്ടിയിൽ യുവതി ഒറ്റയ്ക്കാണ് ഇരുന്നിരുന്നത് എന്നാണ് പറഞ്ഞത്. ശരിയാണോ? അല്ല. യുവതിയുടെ കൂടെ അവളുടെ മകൾ കൂടെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പം ശരിയോ തെറ്റോ എന്ന് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഏക് ദുക്കാൻ കാ ചിത്ര ഗീഞ്ചെ രംഗ് ദേ നാം ദേ. ഒരു കടയുടെ ചിത്രം വരയ്ക്കുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതിന് നിറം കൊടുക്കുക, അതിനൊരു പേരും കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനൊരു പിക്ചർ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തന്നിരിക്കുന്ന സ്പേസിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വരയ്ക്കുക. ചെറിയൊരു കടയുടെ ചിത്രം വരയ്ക്കുക. അതിൽ ഫ്രൂട്ട്സുകളോ മിഠായികളോ ഒക്കെ അതിൻ്റെയൊക്കെ ഭരണിയും അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ നിറയെ നിൽക്കുന്നതായിട്ടുള്ള ഒരു ചിത്രം കളർ കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യുക. അതിനൊരു പേരും കൊടുക്കുക. ഇവിടെ ഞാൻ ഫൂലോം കി ദുക്കാൻ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ചെറിയ ഒരു പിക്ചർ ഇതാ ഏകദേശ രൂപം വരച്ചിട്ടുണ്ട്. നിങ്ങൾ നല്ല വൃത്തിയായിട്ട് ഭംഗിയിൽ കളറൊക്കെ കൊടുത്തിട്ട് ഒരു പിക്ചർ വരയ്ക്കുക. ഓക്കെ, എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടി മാത്രം വരച്ചതാണ്. ദുക്കാൻ കെ ബാരേമേ ലിഖേ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദുക്കാൻ കെ ബാരേമേ, കടയെ കുറിച്ചിട്ട് നമ്മൾ എഴുതണം. ആ കടയെ പറ്റിയിട്ട് നമ്മൾ 2-3 സെൻറ്റൻസ് എഴുതാം. ഫലോം കി ദുക്കാൻ എന്താണ്? പഴക്കടയാണ് അല്ലേ? ഫ്രൂട്ട്സ് കടയാണ്. നമ്മൾ അതിന് പേര് കൊടുത്തത് ഫ്രൂട്ട്സ് കട എന്നാണ് പേര് കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് നിങ്ങളിവിടെ കൊടുക്കുക. കടയ്ക്ക് എന്തെങ്കിലും പേര് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ആ പേരിടാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇസ് ദുക്കാൻ മേ കേല, സേബ്, സന്തര ആദി ഫൽ ഹെ. ഈ കടയിൽ പഴം, ആപ്പിൾ, നാരങ്ങ മുതലായ പഴങ്ങൾ ഉണ്ട്. മീഠ ഫൽ ഹെ, നല്ല മധുരമുള്ള പഴങ്ങളാണ് എല്ലാം. ദുക്കാൻ ഹമാരെ ഘർ കെ സാമനെ ഹെ, ഈ കട ഞങ്ങളുടെ വീടിന് സമീപത്താണ്, വീടിൻ്റെ മുമ്പിലാണ്. മേ യഹാം സേ ഫൽ ഖരീദാത, ഞാൻ ഇവിടെ നിന്ന് പഴങ്ങൾ വാങ്ങിക്കാറുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സെൻറ്റൻസ്. അപ്പോൾ നിങ്ങൾക്ക് ദുക്കാനിനെ കുറിച്ച് ഇതുപോലെ എന്ത് ചെയ്യുക? സെൻറ്റൻസ് എഴുതുക. ഇനി അടുത്തത്, പാഠഭാഗസെ ഉചിത ശബ്ദ ടൂണ്ടെ ഓർ ലിഖേ. പാഠഭാഗത്തുനിന്ന് ഉചിതമായിട്ടുള്ള ശബ്ദ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വഹ് ഹമാരെ ഘർ കെ പാസ് ഹി ചോട്ടി സി ഗുമട്ടിമേ. ഈ ഗുമട്ടിക്ക് മുമ്പ് എന്തുണ്ട്? ചോട്ടി സി എന്നുണ്ട് അല്ലേ? അതുപോലെയുള്ള സെൻറ്റൻസുകൾ അതുപോലെയുള്ള ശബ്ദ നമ്മളുടെ പാഠഭാഗത്തുണ്ടായിരിക്കും. അത് നോക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞത്. ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, കണ്ടെത്തി എഴുതുക. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നോക്കാം. ചോട്ടി സി ഗുമട്ടി, ചോട്ടി സി ചെറിയ, ഗുമട്ടി മീഠ സന്തര മധുരമുള്ള നാരങ്ങ, ഉബലെ ശക്കർക്കന്ത് പുഴുങ്ങിയ മധുരക്കിഴങ്ങ്, പുരാന സവാൽ പഴയ ചോദ്യം, ചോദ്യത്തിനെ പഴയത് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു അല്ലേ? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ എന്താണ്? വിശേഷണമാണ്. ഏതൊക്കെയാണ് വിശേഷൻ? മീഠ, ഉബലെ, പുരാന, ഇതൊക്കെ എന്താണ്? വിശേഷൻ ശബ്ദമാണ്. ഓക്കെ, ഇതിനൊക്കെ നാരങ്ങയെ മധുരമുള്ളതെന്ന് വിശേഷിപ്പിച്ചു. അതുപോലെ തന്നെ മധുരക്കിഴങ്ങ് പുഴുങ്ങിയതാണ് എന്ന് വിശേഷിപ്പിച്ചു. ചോദ്യത്തിനെ പഴയത്, പഴയ ചോദ്യം എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ എന്താണ്? വിശേഷണാണ്. ബൂഢി മഹിള, മഹിളയെ വൃദ്ധയായ എന്ന് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നു. വിശേഷണം ബൂഢി. ബൂഢി കാങ്, ഇവിടെയും ബൂഢി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിയമിത ഗ്രാഹക്, നന്നീസി ലടുക്കി, ദോ ഉംഗലിയാം 2 വിരലുകൾ. അപ്പോൾ എത്രയാണ് നമുക്കിവിടെ ഫില്ല് ചെയ്യാനുള്ളത്? ഇനി അടുത്തത് നോക്കാം. ക്യാ മീഠ സന്തര പാട് പസന്ത് ആയ? നിങ്ങൾക്ക് മീഠ സന്തര എന്ന പാഠം ഇഷ്ടപ്പെട്ടോ? അപ്പം എന്താ എഴുതുക? പസന്ത് ആയ അല്ലേ? ടിപ്പണി ലിഖേം, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളൊരു ടിപ്പണി എഴുതുക. ചോട്ടി സി ഗുമട്ടി എന്നാണ് ഇതിനൊരു പേര് കൊടുക്കണം കേട്ടോ. ടിപ്പണി എഴുതുമ്പോൾ അതിനെന്ത് ചെയ്യണം? ഒരു പേര് കൊടുക്കണം. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് ചോട്ടി സി ഗുമട്ടി എന്നാണ്. മീഠ സന്തര, ഇവിടെ സാന്ദ്ര എന്നാണ് കേട്ടോ. സന്തര നിങ്ങൾ പഠിച്ചല്ലോ. അപ്പോൾ മീഠ സന്തര, സന്തര ഓറഞ്ചിൻ്റെ സന്തര കേട്ടോ. ഇത് പ്രിന്റ് ചെയ്യണ സമയത്ത് വരുന്ന വ്യത്യാസമാണ്.
മീട്ട സന്തര മനസ്സിലായല്ലോ. പ്രത്യേകം മാറ്റി എഴുതി കാണിക്കണോ? സന്തര എന്ന് സാന്ന് എഴുതുക, മുകളിൽ ഡോട്ട് ഇടുക, ഫസ്റ്റ് താന്ന് എഴുതുക, പിന്നെ രാന്ന് എഴുതുക, ആ എന്ന ചിഹ്നവും കൊടുക്കുക. സന്തര. അപ്പോൾ ഇതിന് പകരം നമ്മളവിടെ സന്തര എന്നാണ് എഴുതേണ്ടത്. മീട്ട സന്തര യായാവർക്ക സംസ്മരൺ ഹേ. മീട്ട സന്തര എന്നത് യായാവറിന്റെ സംസ്മരണാണ്. ഷിലാങ് മേ രഹത്തെ സമയ ലേഖക ഏക ബൂട്ടി കാങ്ക് കി ദുക്കാൻ മേ ജാത്തേ थे. ഷിലാങ്ങിൽ താമസിക്കുന്ന സമയത്ത് ലേഖകൻ ഒരു വൃദ്ധയായ ബൂട്ടി കാങ്ക് വൃദ്ധയായ കച്ചവടക്കാരിയുടെ കടയിലേക്ക് പോകുമായിരുന്നു. ഉൻസെ മസേസെ ബാത്തേ കർ രഹേ थे. അവരോട് തമാശ രീതിയിൽ സംസാരിക്കുമായിരുന്നു. സന്തരെ ബി ഖരീദത്തെ थे. അവരോട് ഓറഞ്ച് വാങ്ങിക്കുമായിരുന്നു. ബൂഡിക്കെ സാത്ത് ഉൻകി പോത്തി ബീദി. ആ വൃദ്ധയായ അമ്മയോടൊപ്പം അവരുടെ ചെറുമകൾ കൂടി ഉണ്ടായിരുന്നു. പോത്തി ബീദി. 20 साल के बाद लेखक फिर वहां गए. 20 വർഷത്തിനു ശേഷം ലേഖകൻ വീണ്ടും അവിടേക്ക് ചെന്നു. വഹാം ഏക്ക് യുവതി ബൈട്ടി തി. അവിടെ ഒരു യുവതി ഇരിക്കുന്നുണ്ടായിരുന്നു. വഹ് ബൂട്ടി കാങ്കി പോത്തി തി. അത് ബൂട്ടി കാങ്കിന്റെ ചെറുമകളായിരുന്നു. ലേഖക് ഉസ്സെ ബാത്ചീത് കി. ലേഖക് അവളോട് സംസാരിച്ചു. ലേഖകൻ അവളുമായി സംസാരിച്ചു. ഫിർ സന്തരെ ഖരീദ. പിന്നീട് അവളടുത്തുനിന്ന് ഓറഞ്ച് വാങ്ങിച്ചു. അപ്പം നമ്മൾക്ക് ഇത്രയാണ് ടിപ്പണിയുള്ളത്. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണ്? ടിപ്പണിയാണ്. ടിപ്പണി ചെയ്യുമ്പോൾ അതിന് ഒരു പേര് കൊടുക്കണം. അതാണ് ചോട്ടി സി ഗുമട്ടി എന്ന പേര് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് നോക്കാം. അനുബന്ധ കാര്യ സബ്ജിയോം ഓർ ഫലോം കെ ചിത്ര ഇകട്ട കർക്കെ താലികാമേം നാം ലിഖേം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഫ്രൂട്ട്സ്, ഏത് ഫ്രൂട്ട്സ് എഴുതാം കേട്ടോ. പച്ചക്കറികൾ അതുപോലെ ഏത് വേണമെങ്കിലും എഴുതാം. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് ആം, കേല, സേബ്, സന്തര, അങ്കൂർ, പപ്പീത്ത, അമരൂദ്. പിന്നെ പച്ചക്കറികൾ ആലു, ടമാട്ടർ, പ്യാജ്, ഗാജർ, മൂലി, ഫൂൽഗോബി, बैंगन, भिंडी, कद्दू, शिमला मिर्च. ഇത്രയാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. നമ്മൾക്ക് ചെയ്യാനുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? ഇഗട്ട കരയും താലികാമേ നാം ലിഖേം എന്ന ഈ ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി കഴിഞ്ഞു. എല്ലാവരും ക്ലാസ്സുകൾ നന്നായിട്ട് നോക്കി പഠിക്കുക, എഴുതിയെടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.